الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വിജയികളുടെ അടയാളങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ 6 ഖുതുബകളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയത്, ചർച്ച ചെയ്തത്. ഇന്നത്തെ ഖുതുബയിലും വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ, സൂറത്തു ആലു ഇമ്രാനിലെ 104-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ വിജയികളായ ആളുകളുടെ മറ്റൊരടയാളത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വഉലൈക, ആ ഒരു വിഭാഗം തന്നെയാണ്, ഹുമുൽ മുഫ്ലിഹൂൻ, മുഫ്ലിഹുകളായ ആളുകൾ, വിജയികളായ ആളുകൾ. എന്താണ് ആ വിജയികളായ ആളുകളുടെ പ്രത്യേകത? ആ വിജയികളായ ആളുകൾ അവർ നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം, ഒരു കൂട്ടം ആളുകൾ നിങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കണം. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ആളുകളാകുന്ന വിജയികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വിജയിക്കുന്ന ആളുകളുടെ ഗുണമാണ് പരിശുദ്ധ ഇസ്ലാമിനെ
മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത്. ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾക്ക് കൈമാറുന്ന ആളുകൾ വിജയികളാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ ഖുതുബയുടെ ആമുഖമായിക്കൊണ്ട് തന്നെ എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഖുർആൻ വിജയം വരിക്കുന്ന ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഗുണമാണ് ഇസ്ലാമിക പ്രബോധനം. ആ ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നമ്മുടെ റോൾ എന്താണ്? നമ്മളെല്ലാവരും എന്താണ് ചെയ്യുന്നത്? നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെ കൃത്യമായി പരിചയപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഇസ്ലാമിനെ വികൃതമാക്കാനും പല ആളുകളും ഗൂഢമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടമെന്ന് നമ്മളാരും പറയേണ്ട ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ്. ഏതു മേഖലയെടുത്തു നോക്കൂ നിങ്ങൾ, എല്ലാ മേഖലകളിലും ഇസ്ലാമിനെ എങ്ങനെയാണ് ആക്രമിക്കാൻ സാധിക്കുക, ഇസ്ലാമിനെ എങ്ങനെയാണ് ചെറുതാക്കാൻ സാധിക്കുക എന്ന് ആളുകൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ചെറിയവരെന്നോ വലിയവരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ മുസ്ലിങ്ങളായ എല്ലാ ആളുകളും അനിവാര്യമായും പ്രബോധകന്മാരായി മാറേണ്ട ഒരു കാലഘട്ടമാണ്. മനസ്സിലായില്ല? നമ്മളെല്ലാവരും പ്രബോധകന്മാരാകണമെന്ന് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തിയൊരു വാചകം, ഇസ്ലാമിക പ്രബോധനമെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളുടെയൊക്കെ ധാരണ ഇസ്ലാമിക പ്രബോധനമെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ദീന് പഠിച്ച, ദീൻ അറിയുന്ന ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുടെ അല്ലെങ്കിൽ മൗലവിമാരുടെയൊക്കെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നാണ് പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്. ദഅവത്തല്ലേ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തലല്ലേ, അതിന് നമ്മൾ ശമ്പളം കൊടുത്ത് നിർത്തുന്ന ആൾക്കാർ അവർ പറഞ്ഞോളുന്നതാണ്. എന്നാൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞ വാചകം ഫദ്ദഅവതു ഇലല്ലാഹി വാജിബത്തുൻ. വാജിബ് എന്ന പദത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, നിർബന്ധമെന്നാണ്. ഫദ്ദഅവതു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണം, അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തുക എന്നുള്ളത് വാജിബാണ് അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാ മുസ്ലിമായ പുരുഷൻ്റെയും സ്ത്രീയുടെയും മേൽ എന്നാണ്. എല്ലാവരുടെയും നിർബന്ധമായ ബാധ്യതയാണ് ഇസ്ലാമിക പ്രബോധനം എന്നുള്ളത്. മുസ്ലിമാണ് എങ്കിൽ നീ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. എന്നൊരു പണ്ഡിതന്മാർ ഒന്നുകൂടെ പറഞ്ഞു, എല്ലാവർക്കും ഒരേ കഴിവല്ല, എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണ്. ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രസംഗം മാത്രമോ കേവലം ഒരു എഴുത്തു മാത്രമോ ഒന്നുമല്ല. ഇസ്ലാമിക പ്രബോധനത്തിന് പല തലങ്ങളുണ്ട്, പല മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആരായിരിക്കണം? അവർ പ്രബോധകന്മാരായിരിക്കണം. ഏതുപോലെ അവർക്കെന്താണോ കഴിയുന്നത്, അവർക്കെന്താണോ പ്രബോധന മേഖലയിൽ ചെയ്യാൻ സാധിക്കുന്നത്, അവരുടെ ഖുദ്റത്തനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച് എന്തായിരിക്കണം? അവർ പ്രബോധകന്മാരായിരിക്കണം. ചില ആളുകൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റും, അപ്പോൾ അവരവരുടെ പ്രബോധന മേഖലയായി തിരഞ്ഞെടുക്കേണ്ടത് സംസാരമാണ്. ചില ആളുകൾക്ക് എഴുതാൻ പറ്റും, അവരെഴുതണം. ചില ആളുകൾക്ക് സമ്പത്ത് വിനിയോഗിക്കാൻ പറ്റും, അവർ സമ്പത്ത് വിനിയോഗിക്കണം. ചില ആളുകൾക്ക് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും, ആ ടെക്നോളജി കൊണ്ട് ദഅവത്ത് നടത്തണം. എന്താണോ നമുക്കെല്ലാവർക്കും കഴിയുക എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. എന്നിട്ട് ആ മേഖലയിൽ നമ്മളൊരു പ്രബോധകനായി മാറുക എന്നുള്ളത് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിജയിക്കണോ? നമ്മൾ ആരാകണം? നമ്മൾ പ്രബോധകന്മാരാകണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്ർ എല്ലാവർക്കും അറിയാവുന്ന അധ്യായമാണ്. പലതവണ നമ്മൾ പാരായണം ചെയ്ത അധ്യായമാണ്. ആ അധ്യായത്തിൻ്റെ തുടക്കം എന്താണ്? വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ് എന്നാണ്. കാലം തന്നെയാണ് സത്യം, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്, എല്ലാ മനുഷ്യന്മാരും നഷ്ടത്തിലാണ് എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നഷ്ടത്തിൽ പെടാത്ത ആളുകളെ പറയാണ്. എങ്ങനെയാണ് പറഞ്ഞത്? ഇല്ലല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. 4 വിശേഷണങ്ങളാണ് പറയുന്നത്. ആ 4 വിശേഷണങ്ങൾ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വ അമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ, അവർ നഷ്ടത്തിലല്ല. വിശ്വാസമുണ്ടോ അവന് വിജയിക്കാം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അവന് വിജയിക്കാം. നമ്മളത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താ? ഇല്ലല്ലദീന ആമനു വ അമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, അഥവാ ദഅവത്ത് നടത്തുക. അവരാരാണ്? അവർ നഷ്ടകാരികളല്ല. അതേപോലെ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക. പ്രബോധന മേഖലയിൽ പല പ്രശ്നങ്ങളുണ്ടാകും, അപ്പം ക്ഷമിക്കുക. ഈ 4 ഗുണങ്ങളുള്ള ആളുകൾ അവരാരാണ്? അവർ നഷ്ടകാരികളല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ദഅവത്ത് നടത്താത്തവൻ അവൻ നഷ്ടകാരിയാണ്, പ്രബോധകനാകാത്തവൻ അവൻ നഷ്ടകാരിയാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ
ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫബിൽ അംറൈനിൽ അവ്വലൈനി യുകമ്മിലുൽ അബ്ദു നഫ്സഹു. ഈ ആയത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ആദ്യം പറയുന്ന രണ്ട് കാര്യങ്ങൾ ഓരോ മനുഷ്യന്മാർ സ്വന്തത്തിന് വേണ്ടി പൂർത്തിയാക്കണം. അതെന്താ? വിശ്വാസം ഉണ്ടാകണം, സൽക്കർമ്മമാകണം. അത് നമുക്ക് വേണ്ടിയാണ്, നമ്മൾ നമുക്ക് വേണ്ടി പൂർത്തിയാക്കണം. എന്നാൽ അതിൻ്റെ വബിൽ അംറൈനിൽ ആഖിറൈനി, അവസാനത്തെ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി പൂർത്തിയാക്കണം. ദഅവത്ത് നടത്തൽ നമുക്കതുകൊണ്ട് നേട്ടമുണ്ട്, ഗുണമുണ്ട്, പ്രതിഫലമുണ്ട്. എന്നാൽ അതുകൊണ്ട് പ്രയോജനം ആർക്കുണ്ട്? മറ്റുള്ള ആളുകൾക്കുണ്ട്. അതേപോലെ തന്നെ ക്ഷമിക്കുക എന്നുള്ളത് നമുക്ക് ഗുണമുണ്ട്, അതേപോലെ തന്നെ അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്കും ഗുണമുണ്ട്. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ വിജയികളാകണോ? നമ്മൾ ആരാകണം? ഇസ്ലാമിക പ്രബോധകന്മാരായി മാറണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ട് സ്വഹാബികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ സലാം പറയും. അവർ സലാം പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്ർ ഓതുന്നതാണ്. സൂറത്തുൽ അസ്ർ ഓതും, വേറൊന്നും അവർ പറയില്ല. സൂറത്തുൽ അസ്ർ പാരായണം ചെയ്ത് അവർ പിരിഞ്ഞു പോകും. കാരണം എന്താ? ദഅവത്തിൻ്റെ പ്രാധാന്യം അത്രമാത്രം ഉണ്ടെന്ന് അവർക്ക് അറിയായിരുന്നു. അത്രമാത്രം വലിയ ആശയം ഈ അധ്യായം പഠിപ്പിക്കുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് ലൗ തദബ്ബറ അന്നാസു ഹാദിഹി സൂറ ലവസിഅതുഹും എന്നാണ്. ഈ സൂറത്ത് മാത്രം പഠിച്ചാൽ മതി ഒരാൾ. അയാൾക്ക് വേണ്ടതൊക്കെ, മുസ്ലിമായി ജീവിക്കാൻ വേണ്ടതൊക്കെ സൂറത്തുൽ അസ്റിൽ ഉണ്ട് എന്നാണ്. അത്ര പ്രാധാന്യമുണ്ട് സൂറത്തുൽ അസ്റിന്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അസ്റിൽ അള്ളാഹു പറയുന്നത് എന്താ? നിങ്ങൾ പ്രബോധകന്മാരാകണം എന്നാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീന് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ്. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ സക്കാത്ത് നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 41-ാമത്തെ ആയത്ത് നമ്മളൊക്കെ വായിക്കേണ്ട ആയത്താണ്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് അറിയോ? ഈ ആയത്തിൽ അല്ലാഹു നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്, സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, ഹജ്ജ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അല്ലാഹു പറഞ്ഞ കാര്യം എന്താ അറിയോ? നിങ്ങൾ ദഅവത്ത് നടത്തണം എന്നാണ്. നമസ്കാരം പോലെ, ഹജ്ജ് പോലെ, സക്കാത്ത് പോലെ വിശ്വാസികൾ ചെയ്യേണ്ട കാര്യമാണെന്ത്? നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. അല്ലാഹു പറയാണ്. എന്താ അല്ലാഹു പറയുന്നത്? അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർളി അഖാമുസ് സ്വലാത്ത വആതുസ് സക്കാ വഅമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ. നോക്കൂ, നിങ്ങൾ എത്ര വ്യക്തമായിക്കൊണ്ടാണ് അല്ലാഹു പറയുന്നത്. ഭൂമിയിൽ നാം സ്വാധീനം നൽകിയാൽ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും സദാചാരം സ്വീകരിക്കാൻ കൽപ്പിക്കുകയും ദുരാചാരത്തെ വിലക്കുകയും ചെയ്യുന്നവരെത്ര? അവർ വിശ്വാസികളുടെ അടയാളാണത്. അവർ നിസ്കരിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. അപ്പം നമ്മൾ വിശ്വാസികളാണോ? നമ്മൾ ശ്രോതാക്കളായി മാത്രം മാറുന്ന അവസ്ഥ ഉണ്ട് അല്ലേ? വെള്ളിയാഴ്ച നമ്മൾ ഖുത്ബ കേൾക്കുന്നു, മറ്റുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നു, നമ്മൾ വെറും ശ്രോതാക്കളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആരായി മാറണം? നമ്മളെല്ലാവരും ഇസ്ലാമിക ദഅവത്ത് നടത്തുന്ന ആളുകളാകണം. എങ്കിലേ നമ്മൾ വിജയികളാകും. അതാണ് ഞാൻ ആദ്യം ഓതി വച്ച ആയത്ത്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു കൂട്ടം ആളുകൾ ഉണ്ടാകണം. എന്തിന്? നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇസ്ലാമിൽ യുദ്ധത്തിന് എത്രമാത്രം സ്ഥാനമുണ്ട് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വിളിച്ചാൽ എല്ലാവരും പോകണം എന്നാണ്. എന്നാൽ ആ യുദ്ധത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്ന വാചകം എന്താ? നിങ്ങൾ എല്ലാവരും യുദ്ധത്തിന് പോകരുതെന്നാണ്. നിങ്ങളിൽ നിന്നൊരു കൂട്ടം ആളുകൾ മാറിയിരിക്കണം യുദ്ധത്തിന് പോകാതെ. എന്നിട്ട് അവർ ദീന് പഠിക്കണം, ദീന് ചർച്ച ചെയ്യണം, ദീനിൻ്റെ ആഴങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് യുദ്ധം കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് അവർ പഠിച്ച ദീൻ അവർ പറഞ്ഞു കൊടുക്കണം എന്നാണ്. നോക്കൂ, നിങ്ങൾ യുദ്ധത്തിന് പോലും ഒരു കൂട്ടം ആളുകൾ പോകാതെ മാറിയിരുന്ന് ദീന് മനസ്സിലാക്കുന്നത് എന്തിനാ? ഇസ്ലാമിക ദഅവത്തിന് വേണ്ടിയിട്ടാണ്, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 122-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞെന്താ? മുഹമ്മദ് നബിയോട് അല്ലാഹു പറയാ, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. വിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? നബിയെ, നിങ്ങൾ പറയണം, ഇതാണ് എൻ്റെ മാർഗം. ഖുൽ, നബിയെ പറയണം, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം. എന്താണ് മാർഗം? അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ദൃഢബോധ്യത്തോടുകൂടെ അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, ഞാനും എന്നെ പിൻപറ്റിയവരും. നബിൻ്റെ പണി എന്താ? ദഅവത്താണ്. നബി വന്നതെന്തിനാ? ദഅവത്ത് നടത്താൻ വേണ്ടിയാണ്. മനസ്സിലായോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഇസ്ലാമിനെ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മൾ കേട്ട ആയത്തുകളിൽ നിന്ന്, ഹദീത്തുകളിൽ നിന്ന് നമുക്കൊക്കെ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം എന്താ? നമ്മളെല്ലാവരും ദായിമാരാകണം, പ്രബോധകന്മാരാകണം.
നമ്മളെല്ലാവരും ദഅവത്ത് നടത്തുന്ന ആൾക്കാരാകണം. ഇതാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ബല്ലിഗു അന്നി വലൗ ആയ. എത്ര ചെറിയ ഹദീത്താണ്, പക്ഷെ അതിൻ്റെ ആശയം വലുതാണ്. ബല്ലിഗു അന്നി വലൗ ആയ. നിങ്ങൾ എന്നിൽ നിന്നൊരു ആയത്താണ് കേട്ടത് എങ്കിൽ ആ ആയത്ത് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കണം എന്നാണ്, മറ്റുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഹജ്ജത്തുൽ വിദാഇനെ കുറിച്ച് അറിയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ച് നിർവഹിച്ച അവസാനത്തെ പ്രസംഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് ഈ ദീൻ എത്തിച്ചു തന്നില്ലേ, ഞാൻ ഈ നിങ്ങൾക്ക് ദീന് അറിയിച്ചു തന്നില്ലേ? സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, നഅം യാ റസൂൽ നബിയെ, നിങ്ങൾ ദീൻ ഞങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടുന്ന് നബി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഫൽ യുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവൻ ഈ സന്ദേശം എത്തിക്കണം. ഇത് നബി ഏൽപ്പിച്ച പണിയാ. പരിശുദ്ധമായ അറഫയിൽ വെച്ച് നബി പറയാ, ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവന് ഈ സന്ദേശം കൈമാറണം. ഈ ഹദീത്തിന്റെ പ്രവാചകന്റെ ഈ വാചകത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ മദീനയെ കുറിച്ച് പഠിച്ചാൽ മതി. മദീനയിൽ നബിയുടെ കൂടെ എത്ര സ്വഹാബികളുണ്ടായിരുന്നു? പ്രവാചകന്റെ കൂടെ ഒരുപാട് സ്വഹാബികളുണ്ടായിരുന്നു. പല നാടുകളിൽ നിന്നും സ്വഹാബികൾ വന്ന് മദീനയിൽ താമസിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മദീനയിൽ എത്ര സ്വഹാബികളുടെ ഖബറുണ്ട്? മദീനയിലുള്ള സ്വഹാബികളുടെ ഖബറിന്റെ എണ്ണം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് മദീനയിൽ സ്വഹാബികളുടെ ഖബറിന്റെ എണ്ണം കുറഞ്ഞെന്നറിയോ? അവർ പ്രവാചകന്റെ ഈ വാചകം കേട്ടവരാണ്. ചില ചരിത്രങ്ങളിലൊക്കെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവൻ ഇത് എത്തിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുതിരപ്പുറത്ത് എങ്ങോട്ടാണോ തൻ്റെ കുതിര തിരിഞ്ഞു നിൽക്കുന്നത് ആ പ്രദേശത്തേക്ക് പോയി അവിടെ പോയി സ്വഹാബികൾ ദഅവത്ത് നടത്തിയതാണ്. അങ്ങനെയാണ് അവരതിനെ കണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ ഗൗരവം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനായ വ്യക്തിയാണ് ഉഖബത്ത് ബിൻ നാഫി എന്ന് പറയുന്ന ആള്. താബി പണ്ഡിതനാണ് അദ്ദേഹം, സ്വഹാബികളുടെ ശേഷമുള്ള താബിയാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ ഒരു യാത്ര ചെയ്തൊരു കടലിൻ്റെ മുന്നിലെത്തി. ആ കടലിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം തരുമോ, ലൗ കുൻതു അലമു അൻ വറാഅ ഹാദൽ ബഹർ, ഈ കടലിൻ്റെ, അല്ലയോ കടലെ, ഈ കടലിൻ്റെ മറുകരയിൽ ഒരു നാടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഈ കടലിൻ്റെ അപ്പുറത്ത് ഒരു നാടുണ്ട്, അവിടെ നാട്ടുകാരുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ കടലിനെ മുറിച്ച് കടന്ന് ഞാൻ അവിടെ വരുമായിരുന്നു, എന്നിട്ട് എൻ്റെ മതം ഞാൻ പറയുമായിരുന്നു എന്നാണ്. മനസ്സിലായോ? ഒരു കടലിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഒരാൾ പറയുന്നത്, താബി പണ്ഡിതൻ പറയുന്നത്, കടലെ, നിനക്കപ്പുറം ഒരു നാടുണ്ട് എങ്കിൽ ആ നാട്ടിൽ ഞാൻ വന്ന് ദഅവത്ത് നടത്തുമായിരുന്നു. ചരിത്രം പറയണമെന്ന് പറയാം, അന്ന് ടെക്നോളജി വളർന്നിട്ടില്ല. അന്ന് മഹാനായ ഉഖബത്ത് ബിൻ നാഫി പോയി നിന്ന കടൽ ഭാഗം ഉണ്ടല്ലോ, ആ കടൽ ഭാഗം, അതിൻ്റെ മറുകര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കൻ നാടുകളാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയാ, അന്നെങ്ങാനും അവിടെ നാടുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം ചെന്ന് ദഅവത്ത് നടത്തുന്ന നാട് ആ നാടാകുമായിരുന്നു, അവിടെ ഇസ്ലാം എത്തുമായിരുന്നു, യൂറോപ്പിൽ ഇസ്ലാം വ്യാപിക്കുന്നതിന് മുൻപ് അവിടെ ഇസ്ലാം എത്തുമായിരുന്നു എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വഹാബികൾ അതേപോലെ തന്നെ താബിയുകൾ അവരെല്ലാവരും പരിശുദ്ധമായ ഇസ്ലാമിനെ ദഅവത്ത് നടത്തിയ ആൾക്കാരാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പള്ളിയിലിരിക്കുന്നത്? ഞാനും നിങ്ങളും ആലോചിച്ചിട്ടുണ്ടത്. നമ്മൾ ഈ പള്ളിയിലിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിയത്? എങ്ങനെയാണ് നമ്മളിലേക്ക് ദീനെത്തിയത്? മാലിക് ബിൻ ദീനാറും കൂട്ടരും നടത്തിയ ഒരു സാഹസിക യാത്രയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ട, വളർന്നു വരുന്ന കുട്ടികൾ അറിയേണ്ട ഒരു പാഠമാണ്. മാലിക് ബിൻ ദീനാറും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നടത്തിയ ഒരു സാഹസികമായ യാത്ര. അവർ കടലിലൂടെ കേരളത്തെ ലക്ഷ്യമാക്കി യാത്ര നടത്തുകയാണ്. അന്നത്തെ കപ്പലിലുള്ള സൗകര്യം എന്താ? നല്ല തണുപ്പുള്ള രാത്രികളിൽ അവർക്ക് പുതക്കാൻ നല്ല പുതപ്പുണ്ടായിരുന്നില്ല, ദിശ അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ പോലെയുള്ള ലൈറ്റ് ഹൗസുകൾ ഉണ്ടായിരുന്നില്ല. മാലിക് ബിൻ ദീനാറും കൂട്ടരും ആ കടലിലൂടെ പ്രയാസങ്ങൾ അനുഭവിച്ച് അവർ യാത്ര ചെയ്ത് കേരളക്കരയിൽ വന്ന് പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അങ്ങനെയാ നമ്മളിലേക്ക് ദീനെത്തിയത്. അങ്ങനെയാ ഞാനും നിങ്ങളും മുസ്ലിങ്ങളായി മാറിയത്. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ അനുഭവിച്ച്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നു. നമ്മളൊക്കെ മുസ്ലിങ്ങളായി, നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്ന 2 ഉദാഹരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഞാൻ ഈ സംസാരിക്കുന്നത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ടാണ് എന്ന ബോധ്യം എനിക്കുണ്ട്, അല്ലേ? ഇവിടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ സമീപത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഈ പള്ളിയിൽ ഖുത്ബ കേൾക്കുന്നവരാണ്. അവർ യൂണിഫോം ഇട്ട് വന്ന ആൾക്കാരാണ്, അവർ സ്കൂളിലേക്ക് വന്ന ആളുകളാണ്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ കുട്ടികൾ നമ്മുടെ പള്ളിയിലേക്ക് വന്നു.
പക്ഷേ ഈ ഇത്ര കുട്ടികൾ മാത്രമാണോ നമ്മുടെയൊക്കെ സ്കൂളുകളിലുള്ളത്? ഇവിടെ വേറെയും പള്ളിയുണ്ട് എന്ന് എനിക്കറിയാം, അല്ലേ? വേറെയും പള്ളിയുണ്ട്. ആ പള്ളിയിൽ പോകുന്ന കുട്ടികളുണ്ട്. അതേപോലെ നമ്മുടെ ഈ പള്ളിയിൽ വന്ന കുട്ടികളുണ്ട്. ഈ രണ്ട് പള്ളിയിലും പോകുന്ന കുട്ടികൾ മാത്രമാണോ മുസ്ലിങ്ങളായി നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്? അല്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കറിയാം, മുസ്ലിങ്ങളായ കുട്ടികൾ പള്ളിയിൽ വരാതെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന, ഒഴിവ് സമയം സ്കൂളിൽ തന്നെ ചെലവഴിക്കുന്ന എത്രയോ മുസ്ലിം കുട്ടികളുണ്ട്. ഇവിടെ വന്ന കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. അവർ ദീനിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരുടെ ഉമ്മയും ബാപ്പയും ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്നതിൻ്റെ അടയാളമാണ് അവർ ഈ പള്ളിയിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തത്. പക്ഷേ രക്ഷിതാക്കൾ തിരിച്ചറിയണം, എന്തു പറ്റി നമ്മുടെ കുട്ടികൾക്ക്? ജുമാക്ക് പോലും പള്ളിയിൽ വരാൻ കഴിയാത്ത, അതിനുപോലും മെനക്കെടാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളിലുണ്ട്. ആരാണ് അവരെ പള്ളിയിലേക്ക് വിളിക്കേണ്ടത്? ആരാണ് അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ടത്? അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. നിങ്ങൾ പ്രബോധകരാകണം. നിങ്ങൾ ഇസ്ലാമിനെ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമായ കാര്യമാണ് ജുമാക്ക് പങ്കെടുക്കുക എന്നുള്ളത്. ഒരു വലിയ ദൗത്യം നിങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. എന്താ ദൗത്യം എന്നറിയോ? പള്ളിയിൽ പോരാത്ത കുട്ടികളെ നിങ്ങൾ നോട്ട് ചെയ്യണം. അവരോട് നിങ്ങൾ പറയണം പള്ളിയിൽ പോകണമെന്ന്. നിങ്ങളുടെ ബാധ്യത കഴിഞ്ഞു. നിങ്ങളുടെ ബാധ്യത കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അവിടെയുള്ള മെസ് ഹാളിൻ്റെ മുമ്പിൽ ഒരു ദിവസം ഒരു പോസ്റ്റർ വന്നു. എന്താ പോസ്റ്റർ എന്നറിയോ? ഈ ക്യാമ്പസിൽ നിന്ന് സുബഹിക്ക് പള്ളിയിൽ പോകാൻ, സുബഹിക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾ സുബഹിക്ക് അറിയുന്നില്ല എങ്കിൽ, നിങ്ങളെ വിളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഞാൻ നിങ്ങളെ സുബഹിക്ക് വിളിക്കാം. മനസ്സിലായോ? അവിടുത്തെ മെസ് ഹാളിൻ്റെ മുമ്പിലെ പോസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും സുബഹിക്ക് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റണം, നിങ്ങൾ അറിയുന്നില്ല. അതാണോ നിങ്ങളുടെ പ്രശ്നം? എൻ്റെ നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തോളൂ. നിങ്ങളുടെ നമ്പർ തന്നോളൂ. സുബഹിക്ക് ഞാൻ വരാം, നിങ്ങളെ വിളിക്കാം. ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി എഴുതിയ ഒരു സന്ദേശം ആ സ്ഥാപനത്തിൽ വളർച്ചയുണ്ടാക്കി. അവിടെയുള്ള കുട്ടികൾ സുബഹിക്ക് എഴുന്നേറ്റു. അവർ നമസ്കാരം തുടങ്ങി. അവിടെ ജുമഅ തുടങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് വലിയ ദൗത്യം ഇവിടെ നിർവഹിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വഹി ലഭിച്ച് പേടിച്ച് വിറച്ച് ഓടി വന്ന നബി പിന്നെ കുറേ കാലം വഹി ലഭിച്ചില്ല. നബി ഇങ്ങനെ നിരാശപ്പെട്ട് നിൽക്കണം. അങ്ങനെ രണ്ടാമത് വഹി ലഭിച്ചു. വലിയ വിശാലമായ വിഷയമാണത്. രണ്ടാമത് വഹി ലഭിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ ശരിയായ രൂപത്തിൽ കണ്ടത്. 600 ചിറകുണ്ട് ജിബ്രീലിന് അലൈഹിസ്സലാം. എന്താ ജിബ്രീൽ വന്ന് പറഞ്ഞത്? യാ അയ്യുഹൽ മുദ്ദത്തിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. നബിയെ, നിങ്ങൾ എഴുന്നേൽക്കണം. മൂടിപ്പുതച്ച് കിടക്കുന്നവനെ എഴുന്നേൽക്കണം. ജനങ്ങളെ താക്കീത് നൽകണം. ജനങ്ങളോട് നീ തൗഹീദ് പറയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ എന്താ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ മലയുടെ സഫാ കുന്നിന്റെ മുകളിൽ കയറി കുടുംബക്കാരൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറയാണ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പ്രബോധകന്മാരാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മളെല്ലാം ആധുനിക കാലഘട്ടത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ പ്രബോധകരാകാൻ വലിയ ഭാരമൊന്നുമില്ല. ഈ ഇരിക്കുന്ന ഓരോ ആളുകളും, ഞാനടക്കമുള്ള ആളുകൾക്ക് എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അള്ളാന്റെ ദീന് മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി, അള്ളാന്റെ ദീന് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളിൽ ആർക്കൊക്കെ പറ്റിയിട്ടുണ്ട്? നമുക്ക് ഫാമിലി ഗ്രൂപ്പുണ്ട്, നമ്മുടെ കൂടെ പഠിച്ച ആളുകളുടെ ഗ്രൂപ്പുണ്ട്, നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പുണ്ട്, KCBയിലെ അറിയിപ്പുകൾ ലഭിക്കാനുള്ള ഗ്രൂപ്പുണ്ട്. എല്ലാ ഗ്രൂപ്പും ഉണ്ട് നമുക്ക്. എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ, പടച്ചോനെ നിന്റെ ദീന് എൻ്റെ ഫോൺ കോണ്ടാക്ട്സിലുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങാൻ, അതിലൂടെ ഇസ്ലാമിൻ്റെ മെസ്സേജുകൾ കൈമാറാൻ എന്ത് തടസ്സ സഹോദരങ്ങളുള്ളത്? എന്ത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കുള്ളത്? അതുകൊണ്ട് ആലോചിക്കുക. നമ്മൾ വിജയിക്കണോ? പരലോകത്ത് നമ്മൾ വിജയിക്കണോ? അങ്ങനെ വിജയിക്കണമെങ്കിൽ എന്തു വേണം? നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിക പ്രബോധകന്മാരായി മാറണമെന്നാണ് കാലഘട്ടം നമ്മോട് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്.
ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക പ്രബോധനം എളുപ്പമല്ല. ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുമ്പോൾ പീഡനങ്ങളും പ്രയാസങ്ങളും പരിഹാസങ്ങളുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് എല്ലാം പൂർത്തിയായി ദഅവത്ത് നടത്താം എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുകയാണ് എങ്കിൽ അത്തരമൊരു സന്ദർഭം നമ്മുടെ ഒന്നും മുന്നിലുണ്ടാവുകയില്ല. നമ്മൾ ദീന് പറയുമ്പോൾ നമ്മളെ കളിയാക്കാനും ഒറ്റപ്പെടുത്താനും ആൾക്കാരുണ്ടാകും. നമ്മൾ നിരാശരാകാൻ പാടില്ല. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഇന്നലകളിൽ പല ആളുകളും പ്രയാസപ്പെട്ട് ദഅവത്ത് നടത്തിയത് കൊണ്ടാണ് നമ്മളിന്ന് മുസ്ലിമായത്. നാളെ വരുന്ന തലമുറയ്ക്ക് ഈ ഇസ്ലാമിൻ്റെ മെസ്സേജ് എത്തിക്കേണ്ട ആളുകൾ നമ്മളാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം ത്യാഗം സഹിച്ച് ഒരല്പം പ്രയാസങ്ങളുണ്ടായി എങ്കിലും ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിന്ന് മാറാതെ സജീവമായി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന ഏതൊരു വാക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു സ്വഭാവമാണ്, നമ്മുടെ ഏതൊരു ആശയമാണ് ഒരാൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇടയാവുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. ഞാനൊരു ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചരിത്രത്തിൽ നമ്മൾ അബ്ദുല്ലാഹിബിൻ മസ്ലമ ഇബ്നു കഅനബിയെ വായിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബിൻ മസ്ലമ ഇബ്നു കഅനബി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പക്ക റൗഡിയായിരുന്നു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ഒരു പക്ക റൗഡിയായിരുന്നു. എല്ലാ തോന്നിവാസങ്ങളും അയാളിലുണ്ട്. അയാൾ മദ്യപിക്കും, അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അബ്ദുല്ലാഹിബിൻ മസ്ലമ അൽ കഅനബി. അദ്ദേഹം ഒരിക്കൽ തൻ്റെ കൂട്ടുകാരുടെ കൂടെ മദ്യപിക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുന്ന സമയം വേറെ ചില ആളുകൾ വരാനുണ്ട്. അവരൊക്കെ കാത്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതൻ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നത് ഈ കഅനബി കണ്ടു. കഅനബി മദ്യപാനികളായ തൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, അല്ല ആ മനുഷ്യനാരാ? അയാളുടെ കൂടെ കുറേ ആൾക്കാരുണ്ടല്ലോ, അയാളോട് ആ പോകുന്ന ആൾക്കാരൊക്കെ അയാളോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. മഹാപണ്ഡിതൻ്റെ കൂടെ ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജിൻ്റെ കൂടെ കുറേ ശിഷ്യന്മാരുണ്ട്. അവരിങ്ങനെ ഷെയ്ഖിനോട് ഹദീസൊക്കെ ചോദിച്ച് പഠിക്കുകയാണ്. അപ്പോഴാണ് ഇയാളുടെ ചോദ്യം, അയാൾ ആരാ? അയാളോട് പലരും ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞത് ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജാണ്. വലിയ പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്. ഈ മദ്യപാനിയായ മസ്ലമ നേരെ ഈ മഹാപണ്ഡിതൻ്റെ സമീപത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം, ഒരു ഹദീസ് പറഞ്ഞു തരണം. മഹാനായ ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് അദ്ദേഹം കഅനബിയെ എങ്ങനെ നോക്കിയെന്നാണ്. കഅനബി മോശമായ വസ്ത്രമാണ്, മദ്യം മണക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസ് പറയാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലത്. നിങ്ങളുടെ അവസ്ഥ മോശമാണ്. നിങ്ങളോട് എങ്ങനെ പറയാ ഹദീസ് പറയാം? അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നിങ്ങളുള്ളത്. കഅനബി പ്രശ്നക്കാരനാണ്, റൗഡിയാണ്. അദ്ദേഹം അരയിന്ന് കത്തിയെടുത്തു എന്നാണ്. എന്നിട്ട് ശോഭയുടെ കഴുത്തിന് പിടിച്ചു, വസ്ത്രത്തിന് പിടിച്ചു, കത്തി ഓങ്ങിയിട്ട് പറഞ്ഞു, ഒരു ഹദീസ് പറഞ്ഞില്ല ശരിയാക്കും, ഒരു ഹദീസ് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാക്കും. ആ സമയത്ത് മഹാനായ ആ പണ്ഡിതൻ ഒരു ഹദീസ് ഉദ്ധരിച്ചു. ഏതാ ഹദീസ് എന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ലജ്ജയില്ലെങ്കിൽ പിന്നെ അവൻ എന്തും പ്രവർത്തിക്കാം, പിന്നെ അവൻ എന്തുമാകാം. ലജ്ജയില്ലാത്തവന് തോന്നിയതുപോലെ ജീവിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു. കഅനബി മഹാപണ്ഡിതന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു, കത്തി താഴെയിട്ടു. അദ്ദേഹം വേഗം പിൻവാങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയി. ഉമ്മയെ വിളിച്ചിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എഴുത്തുപലക എടുത്തു തരണം. കൂട്ടുകാരോട് പറഞ്ഞു, മദ്യത്തിൻ്റെ കുപ്പികൾ പൊട്ടിച്ചു കളയണം, ഇനി നിങ്ങളുമായി എനിക്ക് കൂട്ടില്ല. മദീനത്തെ പള്ളിയിലേക്ക് അദ്ദേഹം പോയി. മദീനത്തെ പള്ളിയിൽ പോയി മഹാനായ മാലിക് ബിൻ അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സിൽ പോയി അദ്ദേഹം വിജ്ഞാനം നേടാൻ തുടങ്ങി, അറിവ് നേടാൻ തുടങ്ങി. അദ്ദേഹം മഹാനായ ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജിനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം കൂഫയിലേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ മാപ്പ് പറയാൻ വേണ്ടി ആ പണ്ഡിതനെ കഴുത്തിന് പിടിച്ചത് മാപ്പ് പറയാൻ വേണ്ടി പോയതാ. അപ്പോഴേക്ക് അദ്ദേഹം മരണപ്പെട്ടു. ഭയങ്കര സങ്കടമായിരുന്നു അബ്ദുല്ലാഹിബിൻ മസ്ലമക്ക്. സഹോദരങ്ങൾ, ചരിത്രം പറയണം എന്താ അറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചരിത്രം എടുത്ത് വായിക്കുമ്പോൾ ആ മഹാപണ്ഡിതനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ വിശദീകരിക്കാൻ മണിക്കൂറുകൾ വേണം. ഒരു മദ്യപാനിയായിരുന്ന റൗഡിയായിരുന്ന മനുഷ്യൻ ഒരൊറ്റ ഹദീസ് കൊണ്ട് ഏറ്റവും വലിയ പണ്ഡിതനായി മാറി. ഇമാം മാലിക്കിന്റെ മുവത്തയെ അദ്ദേഹം മനഃപ്പാടമാക്കി. ഇമാം മാലിക്കിന്റെ മുവത്തയിലെ ഏറ്റവും നല്ല റാവി ആരാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇദ്ദേഹത്തിന്റെ പേര് പറയും. അബൂ ഹാത്തിം റാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ മദ്ഹ് പറഞ്ഞത് എത്രയാണെന്നറിയോ?
നോക്കൂ, നിങ്ങളൊരു വാചകമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത്. അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ആരാലും തള്ളിക്കളയാൻ പറ്റാത്ത അത്ര വലിയൊരു സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കുക. നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ വീട്ടുകാരെയൊക്കെ നമ്മൾ പള്ളിയിലേക്ക് ക്ഷണിക്കുക. ഇവിടെയുള്ള പുരുഷന്മാർ ആലോചിക്കണം, നിങ്ങളുടെ ഭാര്യമാരെവിടെയാണ്? അവർ പള്ളിയിലേക്ക് വരണം, അവർ ജുമാക്ക് വരണം, അവർ കേൾക്കണം. അതേപോലെ തന്നെ സ്ത്രീകൾ ആലോചിക്കണം, ഭർത്താക്കന്മാരെവിടെയാണ്? പള്ളിയുള്ള സ്ഥലത്ത് പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ശീലം ഉണ്ടാക്കണം. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും കേൾക്കാനും നമ്മുടെ വീട്ടിൽ സമയമുണ്ടാകണം. ബാപ്പയും മക്കളും ഉമ്മയും അതേപോലെ തന്നെ വീട്ടിലുള്ളവരൊക്കെ ഒരുമിച്ചിരുന്ന് ഇസ്ലാമിനെ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന സദസ്സുകൾ ഒരുക്കാൻ. അതിലൂടെയാണ് നമുക്ക് വിജയം ഉണ്ടാകുക, അതിലൂടെയാണ് നമുക്ക് സമാധാനം ഉണ്ടാകുക, അതിലൂടെ മാത്രമാണ് പരലോകത്ത് നമ്മൾ വിജയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, അല്ലാഹു അവർക്ക് നല്ല ജോലി നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്, അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, അല്ലാഹു അവർക്ക് എല്ലാവിധത്തിലുള്ള ഖൈറുകളും ബറക്കത്തുകളും നൽകുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.